വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നൊരു കുഞ്ഞി ഡേ മൈ ലൈഫിൻ്റെ വീഡിയോ കൊണ്ടാണ് വന്നിട്ടില്ല കേട്ടോ. ഇന്ന് എൻ്റെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് ഞാൻ തുടക്കം കുറിക്കുകയാണ്. എത്ര ദിവസം ഉണ്ടാവുന്നോ അത് സക്സസ് ആവുന്നോ ഒന്നും അറിയില്ല, പക്ഷെ ഒരാഗ്രഹം തോന്നി, എന്നാൽ പിന്നെ അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് വെറുതെ മുറ്റത്തൊക്കെ ഒന്ന് നടന്നപ്പോൾ കിട്ടിയതാണ് ഇതൊക്കെ കേട്ടോ. ഇതിൻ്റെ സംഭവത്തിൻ്റെ പേരറിയില്ല, ഇതിങ്ങനെ കളർ മാറി മാറി വരും. എന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ മുറ്റത്തൊക്കെ ഒന്ന് നടന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ കേട്ടോ. അപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫൈനലി എൻ്റെ ലൈസൻസ് ഒന്ന് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ബൈക്കിൻ്റെ ലൈസൻസ് ഓൾറെഡി നമുക്കുണ്ട്, പക്ഷേ കാറും കൂടെ വേണം. ഇപ്പോൾ 2 പിള്ളേരൊക്കെ ആയില്ലേ, അപ്പോൾ കാർ ഒരു അത്യാവശ്യമാണെന്ന് തോന്നി. 11:30 മണിക്കാട്ടോ ക്ലാസ്. കുറച്ച് കൃത്യനിഷ്ഠത കൂടുതലുള്ളതുകൊണ്ട് 11:30 ഒരു 5 മിനിറ്റ് മുമ്പ് എത്തി. പണി കിട്ടി. ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വന്നത് ഇവിടെ. ഇവിടെ വന്ന് നോക്കുമ്പോണ്ടല്ലോ ഗേറ്റ് പോലും തുറന്നിട്ടില്ല. ഞാനായിരുന്നു ആദ്യത്തേത്. സാധാരണ ഞാൻ വിചാരിച്ചു ഇനി എന്നെ വെയിറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഓടിപ്പിടിച്ച് വന്നാട്ടോ. നോക്കുമ്പോൾ ഗേറ്റ് പോലും തുറന്നിട്ടില്ല. കുറേ നേരമൊക്കെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കാണാതായപ്പോൾ ഞാൻ ടീച്ചർക്ക് മെല്ലെ ഒന്ന് വിളിച്ച്. അപ്പോൾ ടീച്ചർക്ക് അറിയില്ലല്ലോ എനിക്ക് കുറച്ച് കൃത്യനിഷ്ഠത കൂടുതലുള്ള വരും. അവരെത്തിയിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവർ വന്നു. ഇന്ന് തന്നെ എനിക്ക് കാർ ഓടിക്കാനായിട്ട് തന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു 2 ദിവസമൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ തരും, അതിൻ്റെ ശേഷമായിരിക്കും കാർ ഓടിക്കാൻ തരാമെന്നൊക്കെ. പക്ഷേ ഇന്ന് തന്നെ ഞാൻ കാർ ഓടിച്ചു എന്നുള്ളതാണ് വേറൊരു കാര്യം. ആദ്യമൊന്നും എനിക്ക് കാറിൻ്റെ ലൈസൻസ് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഓടിച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്കിങ്ങനെ മൂടി പുതച്ചിരുന്ന് പോകേണ്ടതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കാർ ഇഷ്ടമല്ലാത്തത്. പക്ഷേ സംഭവം റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് പാക്കിംഗ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. ഇവിടെ റോഡ് സൈഡിലാട്ടോ നിൽക്കുന്നത്. അതൊരു സൗണ്ട് കേട്ടോ. ഞാൻ ആ പാലത്തിലാട്ടോ നിൽക്കണേ. ലോറി പോയപ്പോൾ പാലത്തിനൊരു അനക്കം പോലെയൊക്കെ. ഇനി ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഒരു ഷോപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ക്രാഫ്റ്റിൻ്റെ ഒക്കെ, അതായത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഐറ്റംസ് സെയിൽ ചെയ്യുന്ന ഒരു പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പുതിയതാണോ പഴയതാണോ എന്നൊക്കെ അറിയില്ല, പക്ഷേ അടിപൊളിയാണെന്ന് പറഞ്ഞേ. ഞാൻ അവിടെ ചെന്നിട്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ പുത്തമ്പള്ളിയിലാട്ടോ ഷോപ്പ് വരുന്നത്. ടോപ്പിൻസ് ബേക്കിംഗ് കഫേൻ്റെ മുകളിലാണ് ദി ഗുഡ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനൊക്കെ വരുന്നുണ്ടല്ലോ, അതിൻ്റെ സൈറ്റിലായിട്ട് കേട്ടോ. അടിപൊളി ഷോപ്പാണ് കേട്ടോ. നല്ല കളക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. അപ്പം ഞാൻ വന്ന സാധനം ഇതാ ആദ്യം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചാർട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് മെയ്ഡ് ചാർട്ടുകളും ക്രാഫ്റ്റിന് ഐറ്റംസ് എല്ലാം A to Z ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു സാധനം പോലും നിങ്ങൾക്ക് ഇവിടെ കിട്ടാതിരിക്കില്ല. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് തന്നെ. പക്ഷെ കണ്ടപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. കാരണം അത്രയുണ്ട് കളക്ഷൻസ്. മൈക്ക പൗഡേഴ്സും അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സ്, കുഞ്ഞ് എന്താ പറയുക മൈന്യൂട്ടായിട്ടുള്ള ഐറ്റംസ് വരെ ഇവിടെ ഉണ്ട്. ഭയങ്കര കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കളക്ഷൻ. ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. ഈ പെയിൻ്റൊക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൊതിയാവുമായിരുന്നു. കാരണം പണ്ടൊക്കെ ഞാൻ കുറേ വരയ്ക്കുകയും പെയിൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ശരിക്കും എനിക്കതൊക്കെ മിസ് ചെയ്തു. പിന്നെ ഐശുട്ടിക്ക് 2 ബുക്കൊക്കെ വാങ്ങിച്ചു. പിന്നെ സ്റ്റിക്കേഴ്സിൻ്റെ കളക്ഷൻ പറയുകയാണെങ്കിൽ അടിപൊളി എല്ലാ ടൈപ്പ് ഉണ്ട്. കൊറിയൻ ടൈപ്പ് എല്ലാ സ്റ്റിക്കേഴ്സും ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഐശൂട്ടിനെ കൊണ്ടുവരാൻ ഞാൻ നന്നായി, അല്ലെങ്കിൽ അവളിവിടെ വലിയൊരു ബില്ല് എനിക്ക് തന്നേനെ. പിന്നെ ഞാൻ കുറേ ഫ്രെയിമുകൾ കണ്ടു കേട്ടോ. നമ്മൾ ഫോട്ടോ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി, ഇവർ കംപ്ലീറ്റ് ഇതിൽ സെറ്റാക്കിയിട്ട് നമുക്ക് കണ്ട് തരും. ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം അറിയുകയാണെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഉണ്ടായിരുന്നു ഉമ്മയുടെ പടം, അതിന് ഒരെണ്ണം സെറ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നി. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു ഞാൻ കേട്ടോ. ഞാനൊന്നും വാങ്ങാൻ വേണ്ടി വന്നല്ല, ജസ്റ്റ് ഒന്ന് നോക്കണം, ഞാൻ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. പക്ഷേ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ വാങ്ങി. ഇനി ഐശുട്ടിക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മോളെ ക്ലാസ്സിന് വിടണേ, അതുകൊണ്ട് തന്നെ അവൾക്ക് ഈവനിങ് കഴിക്കാനുള്ള സ്നാക്സും കൂടെ ഞാൻ കൊടുത്തു വിടാറുണ്ട് കേട്ടോ. കാരണം വീട്ടിലെത്തുമ്പോൾ എന്തായാലും 5 മണിയൊക്കെ ആവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് നേരെ തൊട്ടപ്പം തന്നെയാണ് നമ്മുടെ ടോപ്പിൻസ് വരുന്നത്. ബേക്കറിയാണ് കേട്ടോ, നമ്മുടെ തന്നെ ഒരു അയൽവാസിയുടെ ബേക്കറിയാണ്. അപ്പോൾ ആ വഴി പോകുമ്പോൾ എപ്പോഴും അവിടെ തന്നെ കയറാറ്. അപ്പോൾ അതൊക്കെ വാങ്ങി ഞാൻ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ വീട്ടിൽ ഞാൻ ഐശുവിനെ കൊണ്ടുപോകാതെയാണ് വരണേന്നുണ്ടെങ്കിൽ അവൾ ഓടി വരും. കാരണം എന്നെ കാണാനല്ല, കയ്യിലുള്ള കവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ബുക്കും സ്നാക്സും എല്ലാം കൂടെ കണ്ടപ്പോൾ അത് കിട്ടിയ പാടന്നെ അവളെ കാര്യം നടന്നല്ലോ. അവൾ പിന്നാലെ ഓടിപ്പോയിട്ടാ. മോനെ പിന്നെ ഞാൻ ക്ലാസ്സിന് പോകണോണ്ട് വീട്ടിലാക്കിയിട്ടാണ് പോവാട്ടോ, കുറച്ച് നേരമല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഐശുട്ടി ആ ഒരു പേപ്പറും ഇതൊക്കെ കിട്ടിയ സ്ഥിതിക്ക് പിന്നെ ഇനി വരയായിരിക്കും. ആ ബുക്ക് കഴിയണ വരെ ഇനി ഫുൾ ടൈം ആ ബുക്കിൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഒരു ദിവസം ഒരു പേജ് തരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വാങ്ങി വെച്ചേക്കാണ്. പിന്നെ എന്തെങ്കിലും നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നില്ലെങ്കിൽ അവൾ പിണങ്ങൂട്ട. സ്ഥിരമായിട്ട് ആ ഒരു ശീലമൊന്നുമില്ല, പക്ഷെ ഇടയ്ക്ക് ഇതുപോലെ സർപ്രൈസൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഞങ്ങൾ 2 പപ്സാണ് വാങ്ങിച്ചത്. പപ്സ് എന്ന് പറഞ്ഞാൽ സാധനമേ വാങ്ങാറില്ല, കാരണം കഴിച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ
പക്ഷെ അന്ന് എന്തോ അത് അവിടെ ഇരിക്കണം കണ്ടപ്പോൾ നല്ല ചൂടുള്ള പോലെയൊക്കെ തോന്നി, അതുകൊണ്ട് വാങ്ങിച്ചതാട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ ഐഷുട്ടിക്ക് കുറച്ച് ABCD ഒക്കെ റൈറ്റിങ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ച് പരിപാടിക്കൊക്കെ ഇരുന്നു രാത്രി ഇട്ടാ. മോനാണെങ്കിൽ അത് പിടിച്ചു വലിക്കാൻ വേണ്ടി വരിക. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടോ. നല്ല കൊള്ളി ഉണ്ടായിരുന്നു, മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ജസ്റ്റ് ഒരു തട്ടിക്കൂട്ടി ഫുഡാക്കി. കാരണം ഇന്നിപ്പോൾ വേറെ ഉണ്ടാക്കാനുള്ള മൂടൊന്നുമില്ല. സാധാ ചോറുണ്ട്, ഞാനാണെങ്കിൽ രാത്രി ചോറ് കഴിക്കാറില്ല. അപ്പോൾ അതൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. ഇനി കിടന്ന് ഉറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. നമ്മൾ പുതിയ പ്രൊഡക്റ്റിൻ്റെ തിരക്കിലായതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്ത. അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.